Dear students, have a nice time. You are already aware of the term functions. Today we will see what do you mean by a continuous function. For example, consider the graph of the function s equal to 4t square. S equal to a function of t which is equal to 4t square, where t varies from 0 to 30. The graph is given here. And you may see that while drawing this graph, there is no break or jumps or holes in this graph. When we start at t equal to 0, the displacement occurs continuously and there is no break in this curve. So we see that this is an example of a continuous function s equal to 4t square. But when you consider the Heaviside function, you are already aware of this function Heaviside function, which is defined by h of t equal to 0 if t less than 0 and 1 if t greater than or equal to 0. Here you may see that the curve is continuous from minus infinity to open interval 0. Also the curve is continuous from closed interval 0 to infinity. There is no break in the curve from minus infinity to 0 and from 0 to infinity. But what happens at x equal to 0? The domain of this function is minus infinity to infinity. But at x equal to 0, there is a jump in the graph of this function. ഇവിടെ നമുക്കൊരു ബ്രേക്ക് വന്നു. 0 ആവുന്നത് വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. 0 ആവുന്ന പോയിന്റ് തൊട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ 1 എന്ന് കീപ്പ് ചെയ്യുന്നു. സോ ഈ കാണുന്ന 0 എന്ന പോയിന്റിൽ ഗ്രാഫിന് ഇവിടെ ഒരു ബ്രേക്ക് വന്നു. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. Now let us define continuity of a function at a particular number. Let f be a function defined on an open interval containing all values of x close to a. A എന്ന ഒരു പർട്ടിക്കുലർ വാല്യൂയുടെ അടുത്തായിട്ട് നിൽക്കുന്ന x values ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. That is, we are considering an open interval containing a. Then f is continuous at a if limit x tends to a f of x equal to f of a. നമ്മൾ ഈ കാണുന്ന എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ what will be limit x tends to 0 f of x. ഇവിടെ നമ്മൾ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ 0 ആണ് വരുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. സോ the left limit and right limit are different at 0. So we see that the function has no limit at x equal to 0. The function has no limiting value at x equal to 0. Or limit x tends to 0 f of x doesn't exist. പക്ഷേ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞ സ്ഥലത്ത് ഏതൊരു വാല്യൂ എ എന്ന വാല്യൂ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ലിമിറ്റ് ടി ടെൻസ് ടു എ എഫ് ഓഫ് ടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സോ ദിസ് വിൽ ബി ദിസ് ഹൈറ്റ് വിൽ ബി ദ വാല്യൂ എഫ് ഓഫ് എ. And we see that limit x tends to a f of t also equal to f of a, because limit x tends to a minus f of t എന്ന് പറയുന്നത് ലെഫ്റ്റ് ലിമിറ്റ് നോക്കിയാൽ നമുക്കറിയാം ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ കൂടി വന്നിട്ട് അവസാനം ഈ കാണുന്ന എഫ് ഓഫ് എ എന്ന ഹൈറ്റ് എത്രയാണോ അതിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. റൈറ്റ് ലിമിറ്റ് എടുത്തു കഴിഞ്ഞും ഫംഗ്ഷൻ്റെ വാല്യൂ ഇതാ കുറഞ്ഞു വന്നിട്ട് ഈ കാണുന്ന ഹൈറ്റിലേക്ക് തന്നെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഈ കേസിൽ ലിമിറ്റ് ടി ടെൻസ് ടു എ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്ക് ഈക്വൽ ആണ്. സോ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആ ഫംഗ്ഷനിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയും ആ ലിമിറ്റ് എഫ് ഓഫ് എക്ക് ഈക്വൽ ആവുകയും വേണം. ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആവുന്ന പോയിൻ്റാണ് ആ ഫംഗ്ഷൻ്റെ ആ പോയിന്റിലുള്ള ലിമിറ്റ് എന്നാണ്. ആ പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ലിമിറ്റിന് ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല എന്ന് നമ്മൾ പലപ്പോഴായി ഉദാഹരണ സഹിതം കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എത്തിയ പോയിന്റ് ആവണമെങ്കിൽ ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയും ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ലിമിറ്റ് വാല്യൂവിന് ഈക്വൽ ആവുകയും വേണം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ആൻഡ് ഇറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ. ലെറ്റ് us have an example. Take the graph of this function. Here you see that at x equal to 0 the function is continuous because left limit and right limit both are approaching 1. And the value of the function also equal to 1. Therefore, here limit x tends to 0, f of x equal to 1 and c equal to f of 1. Okay, x നെ നമ്മൾ f of 0 that's equal to f of 0. 0 എന്ന പോയിന്റിലുള്ള ലിമിറ്റ് ഫംഗ്ഷൻ്റെ ലിമിറ്റിംഗ് വാല്യൂ 1 ആണ്. നമ്മൾ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ സമയത്തുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ 1 തന്നെയാണ്. സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. What about x equal to 1? x equal to 1 കൺസിഡർ ചെയ്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എടുത്താലും ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാലും
ഫംഗ്ഷൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 1ൻ്റെ അടുത്തേക്ക് എക്സ് വരുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ വാല്യൂ കൂടി വന്നിട്ട് ഈ കാണുന്ന 1 എന്ന നമ്പറിൻ്റെ അടുത്തേക്ക് വരുന്നു. അതുപോലെ റൈറ്റ് ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ വാല്യൂ കുറഞ്ഞു വന്ന് എഗെയിൻ 1 എന്ന ഹൈറ്റിലേക്കാണ് വരുന്നത്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഇവിടെ 1 ആണ്. പക്ഷേ എഫ് ഓഫ് 1 ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ എക്സ് 1 ആവുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു ഹോൾ ഇട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെയല്ല എഫ് ഓഫ് എക്സ് വാല്യൂ ഉള്ളത്. ഈ ഗ്രാഫ് പ്രകാരം എക്സ് ഈക്വൽ ടു 1 ആവുന്ന സമയത്തുള്ള എഫ് ഓഫ് എക്സ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. അതായത് ഈ വരച്ച ഗ്രാഫിൻ്റെ ഡൊമെയിനിൽ എക്സ് ഈക്വൽ ടു 1 ഇല്ല. ഓക്കെ, സോ എഫ് ഓഫ് 1 ഈസ് നോട്ട് ഡിഫൈൻഡ്. പക്ഷേ നമുക്ക് എഫ് ഓഫ് 1 ഈ ലിമിറ്റിംഗ് വാല്യൂവിന് ഈക്വൽ ആണെങ്കിൽ മാത്രമേ എക്സ് ഈക്വൽ ടു 1 ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഹിയർ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ആൻഡ് വാട്ട് അബൌട്ട് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 2? എക്സ് ഈക്വൽ ടു 2 എന്ന പോയിന്റ് കൺസിഡർ ചെയ്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 2ൻ്റെ അടുത്തേക്ക് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ ഇതാ കൂടി വന്നിട്ട് 2 എന്ന വാല്യൂവിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. റൈറ്റ് ലിമിറ്റ് നോക്കിയാലും ലിമിറ്റിംഗ് വാല്യൂ റൈറ്റ് ലിമിറ്റും 2 തന്നെയാണ് ലഭിക്കുന്നത്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2. ബട്ട് വാട്ട് ഈസ് എഫ് ഓഫ് 2? എക്സ് 2 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ വരച്ചിരിക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ ആ സമയത്ത് 1 ആണ് വരുന്നത്. സോ എഫ് ഓഫ് 2 ഈക്വൽ ടു 1. സോ ഹിയർ വാട്ട് ഹാപ്പൻസ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എന്തിന് ഈക്വൽ അല്ല? എഫ് ഓഫ് 2ന് ഈക്വൽ അല്ല. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ അറിയാം ഈ ഒരു പോയിന്റിന് ഗ്രാഫിന് ഇവിടെ ഒരു ബ്രേക്ക് സംഭവിച്ചു. ഈ ഒരു പോയിന്റിൽ ഗ്രാഫ് മറ്റൊരു പോയിന്റിലാണ് വരുന്നത്, ഈ കേർവിൻ്റെ മുകളിലല്ല. സോ ദർ ഇസ് എ ബ്രേക്ക് ഇൻ ഡ്രോയിങ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. സോ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. വാട്ട് അബൌട്ട് എക്സ് ഈക്വൽ ടു 3? ക്ലിയർലി ഇറ്റ് ഇസ് കണ്ടിന്യൂസ്. എക്സ് ഈക്വൽ ടു 3 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഗ്രാഫ് നോക്കിയാൽ തന്നെ നമുക്കറിയാം അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ഒന്നും ഇല്ലാതെയാണ് വരച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് കണ്ടിന്യൂസ് എക്സ് ഈക്വൽ ടു 3. ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എഫ് ഓഫ് എക്സ് 0 ആണ്. എഫ് ഓഫ് 3 എടുത്താൽ അതും 0 ആണ്. ആൻഡ് വാട്ട് അബൌട്ട് എക്സ് ഈക്വൽ ടു 4? എക്സ് ഈക്വൽ ടു 4ൽ നമ്മൾ കൺസിഡർ ചെയ്താൽ ലെഫ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രാഫ് പ്രകാരം വരുന്നത് 4 മൈനസ് എന്ന് പറയും. ഈ സൈഡിൽ നിന്ന് എക്സിനെ നമ്മൾ 4ൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ഫംഗ്ഷൻ്റെ വാല്യൂ കൂടി വന്നിട്ട് 2 എന്ന വാല്യൂവിൻ്റെ അടുത്തേക്കാണ് എടുക്കുന്നത്. സോ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു 2. വാട്ട് അബൌട്ട് ദ റൈറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 പ്ലസ് എഫ് ഓഫ് എക്സ്. 4ൻ്റെ അടുത്തേക്ക് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ കുറഞ്ഞു വന്ന് 1 എന്ന നമ്പറിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. സോ റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു 1. സോ ഹിയർ left limit is not equal to the right limit. Therefore, limit extends to 4 f of x doesn't exist. കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയും അത് ഫംഗ്ഷൻ്റെ വാല്യൂവിന് ഈക്വൽ ആവുകയും വേണം. ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഹിയർ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 4. ആൻഡ് വാട്ട് അബൌട്ട് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 5? എക്സ് 5 ആവുന്ന സമയത്ത് ഗ്രാഫ് വരച്ചത് ശ്രദ്ധിക്കുക. ഇതിങ്ങനെ അസിംപ്റ്റോട്ടിക് ആയിട്ട് ഈ പെർപെൻഡിക്കുലർ ലൈനിന് അസിംപ്റ്റോട്ടിക് ആയിട്ടാണ് പോകുന്നത്. ഇറ്റ് നെവർ ടച്ചസ് ദ ലൈൻ ഓർ ടച്ചസ് ദ ലൈൻ അറ്റ് ഇൻഫിനിറ്റി ഓൺലി. ഓക്കെ, സോ ദ ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ് അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 5. ദ ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5. സോ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനാവും. ഇവിടെ ഗ്രാഫിന് ബ്രേക്ക് വന്ന പോയിന്റ്സിലെല്ലാം തന്നെ ഗ്രാഫ് ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അതേസമയം ഗ്രാഫ് ഇങ്ങനെ ബ്രേക്ക് ഇല്ലാതെ വരച്ചു പോയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു പോയ പോയിന്റ്സിൽ 1 എന്ന പോയിന്റും 2 എന്ന പോയിന്റും കൺസിഡർ ചെയ്യാം. 1 എന്ന പോയിന്റിൽ എക്സ് ഈക്വൽ 1 ആവുന്ന സമയത്ത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആണ്. അത് 1 ആണ്, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എഫ് ഓഫ് 1 ഇവിടെ ഡിഫൈൻഡ് അല്ല. സോ വി ക്യാൻ ഫോർമുലേറ്റ് എ ന്യൂ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആസ് ഓർ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആസ് സ്മോൾ എഫ് ഓഫ് എക്സ് ഇറ്റ് സെൽഫ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 1 ആൻഡ് 1 ഇഫ് എക്സ് ഈക്വൽ ടു 1. ഇത്തരത്തിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ പുതിയതായിട്ടൊരു ഫംഗ്ഷൻ ഈ എഫ് ഓഫ് എക്സ് ഉപയോഗിച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്തു എന്ന് വിചാരിക്കാം. ആക്ച്വലി നമ്മളിവിടെ എന്ത് ചെയ്തു? എക്സ് ഈക്വൽ 1 ആവുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന ഒരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. എക്സ് 1 അല്ലാത്ത സമയത്ത് ഈ സ്മോൾ എഫ് ഓഫ് എക്സ് എന്താണോ അത് തന്നെയാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. എക്സ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് സ്മോൾ എഫ് ഓഫ് എക്സ് എന്താണെന്ന് നമുക്ക് ഡിഫൈൻഡ് അല്ല, തന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളത് ഡിഫൈൻ ചെയ്തു 1 ആയിട്ട്. എക്സ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തുകൊണ്ട് പുതിയൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എക്സ് ഈക്വൽ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്.
സോ സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു പ്രത്യേക ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്തുകൊണ്ട് പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ അസൈൻ ചെയ്തുകൊണ്ട് അസൈൻ ചെയ്യാത്ത ഒരു വാല്യൂ ഇവിടെ അസൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഫംഗ്ഷനെ കണ്ടിന്യൂസ് ആക്കി മാറ്റുവാൻ സാധിച്ചു. ആൻഡ് വാട്ട് അബൌട്ട് ദ പോയിന്റ് അറ്റ് എക്സ് ഈക്വൽ ടു 2? ഈ പോയിന്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് 2 ആണ് വരുന്നത്. പക്ഷേ എഫ് ഓഫ് 2 നമുക്ക് 1 ആണ് വരുന്നത്. എഫ് ഓഫ് 2 തന്നെ ആയിരുന്നു എങ്കിൽ ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആവുമായിരുന്നു. ഈ പോയിന്റ് തന്നെയാണ് ഫംഗ്ഷൻ്റെ വാല്യൂ എങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുമായിരുന്നു. സോ ഹിയർ ഓൾസോ വി ക്യാൻ റീഡിഫൈൻ. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തായിരുന്നു. എഫ് ഓഫ് എക്സ് എഫ് ഓഫ് 1 ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ പുതിയതായി ഡിഫൈൻ ചെയ്തു. എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് ഈ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനെ റീഡിഫൈൻ ചെയ്തുകൊണ്ട് പുതിയൊരു ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ഇറ്റ് സെൽഫ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 2 ആൻഡ് ഇറ്റ് ഈസ് 2 ഇഫ് എക്സ് ഈക്വൽ ടു 2. ശരിക്കും നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എക്സ് 2 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. പക്ഷേ നമ്മൾ എന്താ അതിനെ റീഡിഫൈൻ ചെയ്തിട്ട് എക്സ് 2 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ 2 തന്നെയാണ് എന്ന് നമ്മൾ കൊടുത്തു. Now capital F of x is continuous at x equal to 2. So likewise, at some point of discontinuities, we can define like this, or we can redefine the function to make it continuous. Okay? അത്തരം ഫംഗ്ഷൻസിനെ നമ്മൾ അല്ലെങ്കിൽ അത്തരം ഡിസ്കണ്ടിന്യൂറ്റിയെ നമ്മൾ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നു. സോ ഇവിടെ എക്സ് ഈക്വൽ 1 ആവുന്ന പോയിന്റിലും എക്സ് ഈക്വൽ 2 ആവുന്ന പോയിന്റിലും നമ്മുടെ ഡിസ്കണ്ടിന്യൂറ്റി റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ബിക്കോസ് വി ക്യാൻ make the function continuous at these points by defining or redefining it there. At that point we can newly define or redefine the function to make it continuous. ഒരു ഫംഗ്ഷൻ്റെ ഒരു പർട്ടിക്കുലർ വാല്യൂയിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ പുതിയതായിട്ട് ഡിഫൈൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ റീഡിഫൈൻ ചെയ്തിട്ടോ നമ്മൾ ആ ഫംഗ്ഷനെ കണ്ടിന്യൂസ് ആക്കി മാറ്റുന്നു. അത്തരം പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിയാണ് നമ്മൾ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ 1ഉം 2ഉം റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ്. പക്ഷേ 4 എന്ന പോയിന്റിലെ ഡിസ്കണ്ടിന്യൂറ്റി റിമൂവബിൾ അല്ല. കാരണം എന്താണ്? ഇവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫറെൻ്റ് ആണ്. ലിമിറ്റ് പോലും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. 5 എന്ന് പറഞ്ഞ പോയിന്റിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയും അത് ഫംഗ്ഷൻ്റെ വാല്യൂവിന് ഈക്വൽ ആവാതിരിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ അത്തരം ഡിസ്കണ്ടിന്യൂറ്റീസിനെയാണ് നമ്മൾ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വിളിക്കുന്നത്. ഇവിടെ എക്സ് ഈക്വൽ 4 എന്ന പോയിന്റിലെ ഡിസ്കണ്ടിന്യൂറ്റി ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റിയാണ്. ഇവിടെ ഒരു ജമ്പ് വന്നു ഫംഗ്ഷനിൽ. എക്സ് ഈക്വൽ 5 എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റിയാണ്. സോ ലെറ്റ് us have another example here. f of x equal to x square minus x minus 2 divided by x minus 2 if x not equal to 2 and 1 if x equal to 2. Show that f has a removable discontinuity at 2 and redefine the function at 2 so that it is continuous everywhere. സോ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 2 എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം നമുക്ക് ആ ഫംഗ്ഷൻ റീഡിഫൈൻ ചെയ്തുകൊണ്ട് അത് കണ്ടിന്യൂസ് ആക്കി മാറ്റാൻ കഴിയുമെന്നും കാണിക്കണം. അപ്പോഴാണ് ആ ഡിസ്കണ്ടിന്യൂറ്റിയെ നമ്മൾ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വിളിക്കുന്നത്. ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഡിസ്കണ്ടിന്യൂസ് ആവുക എന്ന് പറഞ്ഞാൽ അർത്ഥം ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് ആ പോയിന്റിലുള്ള ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂവും ഡിഫറെൻ്റ് ആവണം. So first we will find the limit of the function at x equal to 2. So consider limit x tends to 2, x square minus x minus 2 divided by x minus 2. So ഇത് പ്രൂവ് ചെയ്യാൻ നമുക്ക് ലിമിറ്റിംഗ് പ്രോബ്ലംസ് നമ്മൾ ചെയ്തതാണ്. ലോസ് ഓഫ് ലിമിറ്റ് ഉപയോഗിച്ചുകൊണ്ട് യു ജസ്റ്റ് ഫാക്ടറൈസ് ദ ന്യൂമറേറ്റർ. ഇറ്റ് ബിക്കംസ് x minus 2 into x plus 1 by x minus 2. And since we are considering only limiting value at x equal to 2, x is not equal to 2 here. So we may cancel the term x minus 2. And what remains is limit x tends to 2 x plus 1 that's equal to 3. You just substitute x equal to 2. So because it is a polynomial function. So here the limit equal to 3. So we have limit x tends to 2 f of x equal to 3. But what is f of 2? We have to show that limit x tends to 2 f of x is not equal to f of 2. Then 2 becomes a point of discontinuity. Okay, so limit x tends to 2 f of x is here 3, and what is f of 2? When x equal to 2, the value of the function equal to 1. So these two limit x tends to 2 f of x is not equal to f of 2. Now how can we make the function continuous at x equal to 2? To have the function continuous, to make the function continuous at x equal to 2, we have to redefine the function in such a way that capital F of x equal to small f of x itself if x not equal to 2
And when x equal to 2, we have to redefine the function as f of 2 equal to 3. Then what happens? Then limit x tends to 2, f of x will be equal to f of 2. Okay, here limit നമുക്ക് കിട്ടിയ 3 ആണ്. ഫംഗ്ഷൻ്റെ വാല്യൂ x equal to 2 3 തന്നെ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് മാറും. സോ ബൈ റീഡിഫൈനിങ് ദ ഫംഗ്ഷൻ we can make the function f continuous everywhere. Okay, so x equal to 2 is a point of removable discontinuity. The graphical representation നടത്തിയിരിക്കുകയാണ്. ഇവിടെ x equal to 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല, ആ പോയിന്റിൽ ഒരു ബ്രേക്ക് വന്നു ഫംഗ്ഷന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എഫിനെ കണ്ടിന്യൂസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എഫ് ഓഫ് 2 എന്നത് 3 തന്നെയാണ് എന്ന് നമ്മൾ പുതിയതായിട്ട് ഡിഫൈൻ ചെയ്തു. സോ ഈ ഗ്രാഫിൽ ഈ ഒരു പോയിന്റും കൂടെ ഉൾപ്പെട്ടപ്പോൾ നമ്മളിവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൈനാണ് നമുക്ക് ഗ്രാഫ് ലഭിക്കുന്നത്. സോ this point x equal to 2 is a removable discontinuity. Now let us have some new definitions. When will we say that a function is continuous from the right at a point A? And when will we say that a function is continuous from the left at A? Okay. So again consider this example. So ഇവിടെ x equal to A എന്ന പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ you see that the function is not continuous at x equal to A. x equal to A ഫംഗ്ഷൻ്റെ ഗ്രാഫിന് ഒരു ബ്രേക്ക് വന്നു. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല. So this function is not continuous at x equal to A. ഇനി കണ്ടിന്യൂസ് ഫ്രം ദ റൈറ്റ് എറ്റ് എ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വി ഹാവ് ടു ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. ഫ്രം ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ എയുടെ റൈറ്റ് സൈഡിൽ നിന്ന് എക്സ് വാല്യൂസ് എയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തുള്ള ലിമിറ്റാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്ക് ഈക്വൽ ആവുകയാണെങ്കിൽ വി സേ ദാറ്റ് ദിസ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഫ്രം ദ റൈറ്റ് എറ്റ് എ. Okay, continuous from the right at A. Okay, so ഈ ഒരു ഗ്രാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് വാല്യൂസ് റൈറ്റ് സൈഡിൽ നിന്ന് എയുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ കാണുന്ന ഹൈറ്റാണ് ഫംഗ്ഷൻ വാല്യൂ വരുന്നത്. അത് തന്നെയാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ച പ്രകാരം എഫ് ഓഫ് എ എന്ന് പറയുന്നതും ഈ ഹൈറ്റ് തന്നെയാണ്. ഓക്കെ, ഈ വാല്യൂ തന്നെയാണ്. Therefore here limit x tends to a plus f of x equal to f of a. So you may conclude that f is continuous from the right at a. And is the function continuous from the left at a? ഈ കാണുന്ന എക്സാമ്പിൾ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് മറ്റൊരു ഗ്രാഫാണ്. ഹിയർ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് കൺസിഡർ ചെയ്യുന്നു. അതായത് എക്സ് എ എന്ന വാല്യൂയുടെ അടുത്തേക്ക് എക്സ് വാല്യൂസ് ലെഫ്റ്റിൽ നിന്നാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ടു ദ ഫംഗ്ഷൻ വാല്യൂസ്? ഇറ്റ് ഡിക്രീസസ് ആൻഡ് അപ്രോച്ചസ് ദിസ് വാല്യൂ എഫ് ഓഫ് എ. സോ ദിസ് ഇസ് ക്ലിയർലി ഈക്വൽ ടു എഫ് ഓഫ് എ ഇൻ ദിസ് ഗ്രാഫ്. ഓക്കെ, സോ ഹിയർ ഓൾസോ ദ ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ആൻഡ് ഇറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ. ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയും അത് ആ ഫംഗ്ഷൻ വാല്യൂവിന് ഈക്വൽ ആവുകയും ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഫ്രം ദ ലെഫ്റ്റ് അറ്റ് എ എന്നാണ് നമ്മൾ പറയാം. ഇനി ഇതേ ഗ്രാഫ് ഈ കാണുന്ന ഫസ്റ്റ് എക്സാമ്പിൾ ഇവിടെ ഒരു ഹോളും ഇവിടെ ഒരു ഡാർക്ക് പോയിൻറ്റും ഇങ്ങനെയാണ് ഗ്രാഫ് ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇപ്പം ഞാൻ വരച്ചത് പ്രകാരം എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഈ ഹൈറ്റാണ് വരുന്നത്. ഓക്കെ, ഇത് ഡിഫൈൻ ഈ പോയിന്റിൽ ഇത് ഇവിടെയല്ല ഇവിടെയാണ് ഫംഗ്ഷൻ വാല്യൂ വരുന്നതെന്ന് വിചാരിക്കാം. സോ ഈസ് ദ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫ്രം ദ റൈറ്റ്? ഇവിടെ നമ്മൾ റൈറ്റ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂ അപ്രോച്ച് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്കാണ്. ഈ പോയിന്റിനെ ഞാൻ എ എന്ന് വിളിക്കുകയാണെങ്കിൽ കെ എന്ന് വിളിക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് നമുക്ക് കെ ആണ് ലഭിക്കുന്നത്. പക്ഷേ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഈ കാണുന്ന ഹൈറ്റാണ്. ഈ കാണുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹിയർ ഇറ്റ് സം എൽ ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എൽ ആണ് വരുന്നത്. പക്ഷേ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ എഫ് ഓഫ് എക്ക് ഈക്വൽ അല്ല, ഈ കാണുന്ന ഹൈറ്റാണ് വരുന്നത്. ഇറ്റ് ഇസ് കെ. സോ ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ. അപ്പോൾ ഈ കേസിൽ ഇപ്പം ഞാൻ വരച്ച ഈ എക്സാമ്പിൾ പ്രകാരം ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ് ഫ്രം ദ റൈറ്റ് അറ്റ് എ. പക്ഷെ നമുക്ക് തന്ന എക്സാമ്പിളിൽ അങ്ങനെ ആയിരുന്നില്ല ഉള്ളത്. ഇവിടെ റൈറ്റ് ലിമിറ്റ് എന്താണോ അത് തന്നെയാണ് ഫംഗ്ഷൻ്റെ വാല്യൂ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം എന്ന് പറയുന്നത് ഗ്രാഫ് വരച്ചത് ശ്രദ്ധിക്കുക. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് ഈ പോയിന്റ് എത്തുന്നവരെ ആ പോയിന്റ് എത്തിക്കഴിയുമ്പോഴും അത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റ് വന്നിട്ട് ഈ പോയിന്റ് എത്തുമ്പോഴേക്കും അവിടെ ബ്രേക്ക് വന്നു. സോ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ് ഫ്രം ദ ലെഫ്റ്റ് ഹിയർ, ബട്ട് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫ്രം ദ റൈറ്റ്. ഈ കാണുന്ന എക്സാമ്പിൾ പ്രകാരം ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഫ്രം ദ ലെഫ്റ്റ് അറ്റ് എ, ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ് ഫ്രം ദ റൈറ്റ് അറ്റ് എ. ആൻഡ് വാട്ട് അബൌട്ട് ദ ഫേമസ് ഹെവിസൈഡ് ഫംഗ്ഷൻ?
ഹെവിസൈഡ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അത് റൈറ്റ് കണ്ടിന്യൂസ് ആണോ ലെഫ്റ്റ് കണ്ടിന്യൂസ് ആണോ എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനാവും. സോ ഈ ഗ്രാഫ് പ്രകാരം അറ്റ് എക്സ് ഈക്വൽ 0 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് വരുന്നത് 0 ആണ്. ഫംഗ്ഷൻ്റെ വാല്യൂ ലെഫ്റ്റിൽ നിന്ന് എക്സ് അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ച് 0 തന്നെയാണ് വരുന്നത്. ഈ വാല്യൂ 0 ആണ്. പക്ഷേ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് ഇവിടെ ഡിഫൈൻ ചെയ്ത പ്രകാരം 1 ആണ്. എക്സ് 0 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെയാണ് വരുന്നത്, 1 ആണ്. സോ ദീസ് ആർ നോട്ട് ഈക്വൽ. സോ ദ ഫംഗ്ഷൻ ഇസ് ഹെവിസൈഡ് ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ് ഫ്രം ദ ലെഫ്റ്റ് അറ്റ് 0. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദ റൈറ്റ് ലിമിറ്റ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. റൈറ്റ് ലിമിറ്റ് എക്സ് 0 എന്ന് പറഞ്ഞാൽ റൈറ്റ് ലിമിറ്റ് വരുന്നത് 1 ആണ്. അതേ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് 0 എന്ന് പറയുന്നതും 1 തന്നെയാണ്. സോ ഹിയർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1, ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് 0. സോ ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഫ്രം ദ റൈറ്റ് അറ്റ് 0, ബട്ട് ഇറ്റ് ഇസ് നോട്ട് കണ്ടിന്യൂസ് ഫ്രം ദ ലെഫ്റ്റ് അറ്റ് 0. ഇവിടെ ഗ്രാഫ് വന്നിട്ട് ഈ പോയിന്റിൽ ബ്രേക്ക് ചെയ്തു. സോ ഇറ്റ് ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 0. ഇവിടെ ഗ്രാഫ് വരുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് 1 എത്തിയിട്ടും അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. സോ ഇറ്റ് ഇസ് കണ്ടിന്യൂസ് ഫ്രം ദ റൈറ്റ്. Now let us have the formal definition. A function f is continuous from the right at a if limit x tends to a plus f of x equal to f of a. And the function is continuous from the left at a if a limit x tends to a minus f of x equal to f of a. Now let us have some more definitions. നമ്മളിപ്പോൾ പറഞ്ഞത് പ്രകാരം കണ്ടിന്യൂറ്റി അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂറ്റി ഫ്രം ദ റൈറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഫ്രം ദ ലെഫ്റ്റ് എന്ന കോൺസെപ്റ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ വി ആർ ഗോയിങ് ടു സീ വാട്ട് ഇസ് മീൻ ബൈ കണ്ടിന്യൂറ്റി ഓൺ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഇൻ്റർവെൽസ്. എ ഫംഗ്ഷൻ എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ഇഫ് ഇറ്റ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എവരി നമ്പർ ഇൻ ദ ഇൻ്റർവെൽ. ഓപ്പൺ ഇൻ്റർവെൽ എ ബിക്കുള്ളിലുള്ള ഏതൊരു പോയിൻ്റ്, ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എടുത്തിട്ട് ഏതൊരു പോയിൻ്റ് എടുത്താലും ആ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ, അതായത് ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയും ഫംഗ്ഷൻ്റെ വാല്യൂവിന് ലിമിറ്റ് വാല്യൂ ഈക്വൽ ആവുകയും ചെയ്യുകയാണെങ്കിൽ വി സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഇൻ ദിസ് ഓപ്പൺ ഇൻ്റർവെൽ. എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണെങ്കിൽ ഓപ്പൺ ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ പറയുന്നു. ആൻഡ് ദ ഫംഗ്ഷൻ എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഇഫ് ഇറ്റ് ഇസ് കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആൻഡ് ഇസ് ഓൾസോ കണ്ടിന്യൂസ് ഫ്രം ദ റൈറ്റ് അറ്റ് എ ആൻഡ് ഫ്രം ദ ലെഫ്റ്റ് അറ്റ് ബി. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുമ്പം എയും ബിയും എന്ന് പറയുന്ന പോയിൻറ്റ്സ് നമ്മൾ ഉൾപ്പെടുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ലിമിറ്റ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എ എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് കൺസിഡർ ചെയ്യുമ്പം നമ്മളിപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി മാത്രം കൺസിഡർ ചെയ്യുന്ന സമയത്ത് എയുടെ ലെഫ്റ്റ് ലിമിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് ഇനഫ് ടു കൺസിഡർ ദ റൈറ്റ് ലിമിറ്റ് ഓഫ് എ. റൈറ്റ് ലിമിറ്റ് ഫംഗ്ഷൻ്റെ വാല്യൂവിന് എയിലുള്ള വാല്യൂവിന് ഈക്വൽ ആവുകയാണെങ്കിൽ വി സേ ദാറ്റ് ഫംഗ്ഷൻ ഇസ് റൈറ്റ് കണ്ടിന്യൂസ് അറ്റ് എ. സോ ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഫംഗ്ഷൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. എ എന്ന പോയിന്റിൽ റൈറ്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. റൈറ്റ് കണ്ടിന്യൂസ് അറ്റ് എ ആയിരിക്കണം, ലെഫ്റ്റ് കണ്ടിന്യൂസ് അറ്റ് ബിയും ആയിരിക്കണം. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻ്റർവെൽ ഓപ്പൺ ക്ലോസ്ഡ് എ ബി എന്ന ഇൻ്റർവെൽ ആണ് എന്ന് വിചാരിക്കാം. ഇവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഫംഗ്ഷൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. എ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ ഓപ്പൺ ആണ്. ബി ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ ബി എന്ന പോയിന്റിൽ ഫംഗ്ഷൻ ലെഫ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഫംഗ്ഷൻ എഫ് ഇസ് ലെഫ്റ്റ് കണ്ടിന്യൂസ് അറ്റ് ബി. അതുപോലെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ഓപ്പൺ ബി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഫംഗ്ഷൻ ഷുഡ് ബി കണ്ടിന്യൂസ് ഇൻ ദ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആൻഡ് ഇറ്റ് ഷുഡ് ബി റൈറ്റ് കണ്ടിന്യൂസ് അറ്റ് എ. Okay, so function f is continuous of an half open interval closed open AB or open closed AB if f is continuous on open interval AB and f is continuous from the right at A in the case of closed AB, closed open AB, and f is continuous from the left at B in the case of left closed, left open, right closed AB. Okay, സോ ഒരു ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ഈ രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിലുള്ള എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആയിരിക്കണം. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള എല്ലാ പോയിൻറ്റ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കുകയും എയിൽ റൈറ്റ് കണ്ടിന്യൂസ് ആയിരിക്കുകയും ബിയിൽ ലെഫ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കുകയും വേണം. Now let us stop here. We will discuss the problems in the next Google Meet class.